ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്നെ തട്ടിക്കൊണ്ടുപോയത് വേറെ ആരുമല്ല മോളെ, ശരവണന്. ഒരു കാലത്ത് ശരത്തിന്റെ വലങ്കയായിരുന്ന ശരവണൻ. അല്ല, അയാൾ എന്തിനാ അങ്ങനെ ചെയ്തത്? അയാൾക്ക് എന്നോട് പല രഹസ്യങ്ങളും പറയാനുണ്ടായിരുന്നു. നേരിട്ട് വന്ന് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറായില്ലെങ്കിലോ എന്ന് കരുതിയ ഇങ്ങനെ ചെയ്തത്. അയാൾ പറഞ്ഞ സത്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ തളർന്നു പോയി മോളെ. ശരത്തിനെ കുറിച്ചായിരിക്കുമല്ലേ പറഞ്ഞത് മുഴുവൻ? അതെ. ശരത്തിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ പോയില്ലേ, അത് തട്ടിയെടുത്ത ആരാന്നറിയാവോ? ശരവണ്ണ. ശരത്തിന് കൊടുക്കാവുന്ന പരമാവധി തിരിച്ചടി കൊടുക്കണം, അതാണ് അവന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. തങ്കച്ചി പറഞ്ഞ പോലെ എന്റെ അച്ഛനെ കൊന്നത് ശരത്താണെന്നാണോ ശരവണൻ പറഞ്ഞത്? അതെ മോളെ. അതിന്റെ പിന്നിൽ അവന്. സുധിമോന്റെ മരണത്തിന് പിന്നിലും ശരത്ത് തന്നെയായിരിക്കും എന്നാ ശരവണൻ പറയുന്നത്. സുധിയും ശരത്തും തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അന്നത്തെ കഥകളൊന്നും വ്യക്തമായിട്ട് ശരവണ്ണന് അറിയത്തില്ല. പക്ഷേ ആരെയും കൊല്ലാൻ മടിയില്ലാത്തവനാണ് ശരത്തെന്ന് ശരവണ്ണൻ നന്നായിട്ടറിയാം. ആ ശരത്തിനെ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. ഇനി ഒരു നിമിഷം പോലും അവനെ നമുക്കിവിടെ താമസിപ്പിക്കാൻ പാടില്ല. അത് വേണ്ട അച്ഛ, ശരത്ത് ഇവിടെ തന്നെ കഴിഞ്ഞോട്ടെ. അല്ലെങ്കിൽ അതാ പാടാ. ശരത്തിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ അവൻ അതോടെ രക്ഷപ്പെട്ടതുപോലെയാവും. തന്നെയല്ല, ഈ രഹസ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെന്നവൻ അറിഞ്ഞ് നമ്മളെ വകവരുത്താൻ വരെ അവൻ ശ്രമിച്ചു എന്ന് വരും. രണ്ടും നടക്കരുത്. എന്റെ സുധിയേട്ടനെ കൊന്നത് അവനാണെങ്കിൽ അവന്റെ മരണം എന്റെ ഈ കൈകൊണ്ടായിരിക്കും. പ്രാണന് വേണ്ടി അവൻ കരഞ്ഞ് നിലവിളിക്കുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതൊക്കെ നടക്കണമെങ്കിൽ അവൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. തൽക്കാലം ഒന്നും അറിഞ്ഞ ഭാവം നമുക്ക് കാണിക്കണ്ട അച്ഛാ. പറ്റിയൊരവസരം വരും, അപ്പം നമ്മൾ അവനെ വീഴ്ത്തും. അവനെ ഇനി അധികകാലം ഇവിടെ വെച്ച് വാഴിക്കാൻ പാടില്ല മോളെ. തെളിവുകൾ മുഴുവൻ ശേഖരിക്കണം, എങ്കിലേ അവനെ നിയമപരമായി പൂട്ടാൻ പറ്റൂ. ഞാൻ കൊടുക്കാൻ പോകുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആച്ചാ. അതിന് എനിക്ക് തെളിവുകളുടെ ആവശ്യമൊന്നുമില്ല. എന്റെ ബോധ്യങ്ങൾ എനിക്ക് ശരിയായാൽ മാത്രം മതി. എനിക്കത് ഏറെക്കുറെ ശരിയായി കഴിഞ്ഞു. ഇനി അതൊന്ന് ഉറപ്പിക്കണം. അതും കൂടി കഴിഞ്ഞാ ശരത്തിന്റെ പേര് നമുക്ക് വെട്ടാം. എല്ലാ രേഖകളിൽ നിന്നും, ഈ ഭൂമിന്ന് തന്നെ. അമ്മ, ടിഫിൻ കാറിലാണ് എനിക്കിന്ന് ലഞ്ച് എടുത്തിരിക്കുന്നത്. അതെ, അങ്ങനെയല്ലേ പതിവ്. എനിക്കിന്ന് ടിഫിൻ ബോക്സ് വേണ്ട, പകരം പൊതിച്ചോറ് മതി. പൊതിച്ചോറോ? അത് ഇലയിൽ പൊതിഞ്ഞെടുക്കാറില്ലേ, ആ ചോറ്. അതൊന്നും നടക്കില്ല. പൊതിച്ചോറൊന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ ടീച്ചർ സമ്മതിക്കില്ല. എനിക്ക് പൊതിച്ചോറ് മതി. ശ്രുതി, വെറുതെ വാശി വേണ്ട കേട്ടോ. ഇത് എവിടുന്ന് കിട്ടി ഈ പൊതിച്ചോറിന്റെ ഐഡിയ? ആരാ ഇത് പറഞ്ഞു തന്നെ? പോകുന്ന വഴിക്കൊക്കെ ഹോട്ടലിന് മുമ്പിൽ എഴുതി വെച്ചിട്ടില്ലേ, അത് കണ്ട് ചോദിക്കുന്നതാവും. പൊതിച്ചോറ് വേണമെങ്കിലേ ഇവിടെ വരുത്തിച്ചു കൊടുക്കാം, സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. സാരമില്ല, പോട്ടെ. കുഞ്ഞിന്റെ ഒരു ആഗ്രഹമല്ലേ. ടീച്ചർ എന്നെ വിളിച്ച് വഴക്ക് പറയുന്നേ. വഴക്കൊന്നും പറയാതെ ഞാൻ നോക്കിക്കോളാം. ടീച്ചറെ കണ്ട് ഞാൻ സംസാരിക്കാം, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓരോരോ ശീലങ്ങള്. എല്ലാത്തിനും കൂട്ടു നിന്നോ, അവസാനം പിടിച്ചാ കിട്ടാതെ വരും. അങ്ങനൊന്നുമില്ല. എന്റെ മോള് മിടിക്കുക അല്ലേ മോളെ? അതെ. എന്നാ കെട്ടട്ടെ.
എന്ത്? ആ പൊതിച്ചോറ്. പണ്ട് വിശാലിന് ഇതായിരുന്നു ഇഷ്ടം. അത് പണ്ട്. വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട. ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ സംസാരിച്ചു കാണും, അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. ദേ, ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ആണ് കേട്ടോ ശ്രുതി. നാളെ എങ്ങാനും വേണോന്ന് പറഞ്ഞ എന്റെ തനി സ്വഭാവം നീ പറയും. മോളുവാ, മുത്തശ്ശി എടുത്തു തരാൻ പൊതിച്ചോറ്. പൊതിച്ചോറ് പാത്രത്തിലെ ചോറും തമ്മിലുള്ള വ്യത്യാസം എന്താ മുത്തശ്ശി? രുചിയിൽ വ്യത്യാസമുണ്ട്. ഇലയെ കഴിക്കുന്ന രുചി പാത്രത്തിൽ കഴിച്ചാ കിട്ടില്ല. വാട്ടിയ ഇലയില് ചൂട് ചോറിട്ട് കെട്ടി അത് തുറക്കുമ്പോ ഒരു മണം വരും. ഓ, എന്തൊരു മണമെന്നറിയോ അത്? ഇന്ന് മോൾക്ക് ആ മണവും രുചി അറിയാൻ പറ്റും. മോളുവാ. വിശാലിന് ഇഷ്ടമായിരുന്നത്രേ. വിശാലിന് അങ്ങനെ പലതും ഇഷ്ടമായിരുന്നു. എന്നുവെച്ചേ മനുഷ്യന്റെ മൂട് കളയാൻ ഓരോരോ വർത്താനങ്ങള്. ഇനി പൊതിച്ചോറെന്ന് പറഞ്ഞോണ്ട് വരട്ടെ, നല്ല അടി വെച്ച് കൊടുക്കും ഞാൻ. ഒരു പൊതിച്ചോറ്.